ഇതിനിടയിൽ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ ED ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. റെയ്ഡിനിടെ പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് വിവരം. വീണയുടെ സ്വത്തുക്കൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. CMRLൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ 2.78 കോടി എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട 9 മണിക്കൂറോളം നീണ്ട റെയ്ഡ് നടന്നത്. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു, മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. ഈ മൊബൈൽ ഫോണിൽ ചില നിർണായക വിവരങ്ങൾ ഉണ്ട് എന്ന് ED കരുതുന്നുണ്ട്. ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. മറ്റ് ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ ഏജൻസി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കാര്യങ്ങളൊട്ടും സുഖകരമല്ല വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം. കൂടുതൽ ചോദ്യം ചെയ്യലിന് അവർ വിധേയരാകേണ്ടി വരും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മറ്റും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇനി EDയുടെ നീക്കം എന്നുള്ളത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ED ഉദ്യോഗസ്ഥർ അവർക്ക് കേരളത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവമായി തന്നെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള പോലീസ് അറസ്റ്റുകളടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് EDയുടെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. വീണയെയും ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപായി പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണും ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം എത്രയും വേഗം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പിടിച്ചെടുത്ത രേഖകൾ ഏകദേശം 200-ലധികം രേഖകളും പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രേഖകളൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം അതിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ആ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ച ശേഷം അല്ലെങ്കിൽ അതിന്റെ കൂടി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇരുവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അറിയേണ്ടത് എന്നാണ് വീണയ്ക്കും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയ്ക്കും ED സമൻസ് അയക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന്, വീണ വിജയൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അല്ലെങ്കിൽ എക്സാലോജിക്കും CMRLും ഹൈക്കോടതിയിൽ സമീപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഡിവിഷൻ ബെഞ്ചിനെ സിംഗിൾ ബെഞ്ച് ആയിരുന്നു ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കരുത് അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും മേൽക്കോടതിയെ സമീപിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഇരു കമ്പനികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതിനെ പോലും ശക്തിയുക്തം എതിർക്കുക എന്നത് തന്നെയാണ് EDയുടെ തീരുമാനം. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമമൊക്കെ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇരുവരെയും ചോദ്യം ചെയ്യാൻ അനുവദിക്കണം, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് EDയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനിവർ ഹൈക്കോടതിയിലേക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ED തങ്ങളുടെ നിലപാടും അറിയിച്ച് ഇരുവരെയും ചോദ്യം ചെയ്തതിന്റെ അനിവാര്യത കോടതിയെ ബോധിപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ശേഖരിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ അന്ന് റെയ്ഡിൽ കണ്ടെടുത്ത തെളിവുകൾ അതെല്ലാം വിശദമായി പരിശോധിച്ച് എത്രയും വേഗം ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി വലിയ ഒരു പ്രതിരോധത്തിലേക്ക് തന്നെയായിരുന്നു വീണ വിജയൻ ഈ ഒരു ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അത് വീണയ്ക്ക് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.